السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه، وأفضل الصلاة وأتم السلام على سيدنا محمد إمام المتقين وعلى آله وأصحابه الفائزين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇന്ന് നോമ്പ് 20. ഇന്നത്തെ രാത്രി 21-ാം രാവാണ്. ഇന്നത്തെ രാത്രിയോടുകൂടെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഒടുവിലെ 10ലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കഴിഞ്ഞു പോയ 2 10 പോലെയല്ല ഒടുവിലെ 10. അതിന് വളരെ വലിയ പ്രത്യേകതകളുണ്ട്. പ്രധാനമായും ലൈലത്തുൽ ഖദ്ർ എന്ന മുത്ത് ഈ ഒടുവിലെ 10ലാണ് ഉണ്ടാവുക. ആ നിലക്ക് വളരെ മഹത്വം അർഹിക്കുന്ന ദിനരാത്രങ്ങളാണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. ലൈലത്തുൽ ഖദ്ർ എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ. ലൈലത്തുൽ ഖദ്ർ, ഖദ്റിൻ്റെ രാവ്, അത് 1000 മാസത്തേക്കാൾ ഖൈറാണ്. 1000 മാസത്തേക്കാൾ ഖൈറാണ് എന്ന് പറഞ്ഞാൽ 83 ചില്ലാൻ കൊല്ലമാണ്. അത്രയും ഇബാദത്ത് ചെയ്യുന്ന, അതിനേക്കാളും ഖൈറാണ് ആ ഒരൊറ്റ രാത്രി ഇബാദത്ത് ചെയ്താൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചതാണ്. അതുകൊണ്ട് ആ 10 ഒളിഞ്ഞിരിക്കുന്നത്, ആ 10ലാണ് ഈ മുത്ത്, ഈ പറഞ്ഞ ഒടുവിലെ 10ലാണ് ഈ പറഞ്ഞ മുത്ത് ഒളിഞ്ഞിരിക്കുന്നത്. അത് മുങ്ങിത്തപ്പലാണ് ഇനി ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ ശ്രമങ്ങളും അതിനു വേണ്ടിയായിരിക്കണം. ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടാൽ പിന്നെ അവൻ പരാജിതനാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അത് കിട്ടാതെ പോയാൽ നമ്മൾ പരാജിതരിൽ പെട്ടുപോകും. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇതുപോലെയുള്ള ഇപ്പോൾ കഴിഞ്ഞു പോയ ഈ 10ഉം അതിന് മുമ്പത്തെ 10ഉം പോലെയല്ല, ഇതിന് പ്രത്യേക പരിഗണന നമ്മൾ കൊടുക്കണം. ലൈലത്തുൽ ഖദ്റിൻ്റെ ആ മഹത്വം നമുക്ക് നേടിയെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഏത് രാത്രി വന്നാലും ഇവിടുന്ന് അങ്ങോട്ട് ഏത് രാത്രിയിലും അത് സംഭവിക്കാം എന്ന നിലക്ക് നമ്മൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. പ്രത്യേക പരിഗണന കൊടുക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമുക്കറിയാലോ, ഒരു തെറ്റും ചെയ്യാത്ത മഅസൂമാണ്. ചെറുതും വലുതുമായ ഒരു തെറ്റുകളും ജീവിതത്തിൽ സംഭവിക്കാത്ത അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ഈ ഒടുവിലെ 10ന് വളരെ വലിയ പ്രത്യേകതകളാണ് നൽകിയിരുന്നത്, വളരെ പരിഗണനയാണ് നൽകിയിരുന്നത് എന്നും ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒടുവിലെ 10 വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരമുറുക്കിയെടുക്കും. അരമുറുക്കിയെടുക്കുന്നതിനാണ് അരയുടുപ്പ് മുറുക്കിയെടുക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, കൂടുതൽ ഇബാദത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. എന്നിട്ടോ അതിൻ്റെ രാവ് ഹയാത്താക്കും, രാവ് ഫുള്ളായിട്ട് ഹയാത്താക്കും. അവിടുത്തെ കുടുംബങ്ങളെ, ഭാര്യമാരെ വിളിച്ചുണർത്തും, അവരെയും ആ പുണ്യത്തിൽ പങ്കുചേർപ്പിക്കും എന്ന്
ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 10 ഒടുവിലെ 10 മാലായജ്തഹിദു ഫീ ഗൈരിഹി, അതല്ലാത്ത 10 ദിവസങ്ങളിലൊക്കെ അധ്വാനിക്കാത്ത രൂപത്തിലുള്ള അധ്വാനങ്ങൾ ഈ ഒടുവിലെ 10 അധ്വാനിക്കുമായിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് എൻ്റെ നഫ്സിനോടും എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇനിയുള്ള ദിവസം വളരെ എണ്ണപ്പെട്ട ദിവസം. ആ ദിവസം ഒന്ന് ഉഷാറാകുക, നമ്മളൊന്ന് അതിന് ഒരുങ്ങി തയ്യാറാവുക. കുറച്ച് കൂടുതൽ ഖുർആൻ ഓതുക, കൂടുതൽ ദിക്ർ ചെല്ലുക, കൂടുതൽ തസ്ബീഹ് ചെല്ലുക, കൂടുതൽ സ്വലാത്ത് ചെല്ലുക, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക, സുന്നത്ത് നിസ്കാരങ്ങൾ, തറാവീഹ് ഫുള്ളായിട്ട് നിസ്കരിക്കുക, വിത്ർ ഫുള്ളായിട്ട് നിസ്കരിക്കുക, ഇങ്ങനെ എന്തൊക്കെ, അതുപോലെ സദക്ക അധികരിപ്പിക്കുക, നോമ്പുകാലത്ത് ഉറപ്പിക്കുക, ഇതുപോലുള്ള എന്തൊക്കെ പുണ്യകർമ്മങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ വർദ്ധിപ്പിക്കണം. എന്ത് പ്രതീക്ഷിച്ചിട്ട്? ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിട്ട്. അപ്പോൾ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ദിവസം ഏതായാലും ഉണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? ഏതെങ്കിലും ഒരു ദിവസത്തിൽ അതുണ്ടാവും, അത് ഉറപ്പാണ്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ഒറ്റ രാവുകളിലാണ്. അപ്പോൾ ആ ഒറ്റ രാവിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. 21-ാം രാവ് ഒരു ഒറ്റ രാവാണല്ലോ. ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിൽ. നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലും ആരംഭിക്കുകയായി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ ഗൾഫ് നാടുകളിലൊക്കെ ഒരു ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഒടുവിലെ 10 ആയി കഴിഞ്ഞാൽ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞിട്ട് പല പള്ളികളിലും അങ്ങനെ ഒരു നിസ്കാരം നടക്കാറുണ്ട്. അതെന്താണ് എന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ അത് തഹജ്ജുദ് നിസ്കാരമാണ്. തഹജ്ജുദ് എന്ന് പറഞ്ഞാലോ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമുള്ള നിസ്കാരമാണ്. ഇശാന് ശേഷം ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഈ തഹജ്ജുദ് എന്ന് പറഞ്ഞത്. ഇത് റമദാനിക്ക് മാത്രമുള്ള ഒന്നുമല്ല, എല്ലാ കാലത്തും ഉണ്ട്. അത് ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരവുമാണ്. അതിന് എത്ര റക്അത്താണ് അത് നിസ്കരിക്കേണ്ടത്? തഹജ്ജുദിൻ്റെ ഏറ്റവും കുറഞ്ഞത് 2 റക്അത്ത്. വലാ ഹദ്ദ ലി അക്സരിഹി, അതിൽ കൂടുതൽ എത്ര കൂടുതലും വേണമെങ്കിൽ നിസ്കരിക്കുക, അധികരിച്ചതിന് അറ്റമില്ല. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ കിതാബുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 8 എന്നോ 12 എന്നോ അങ്ങനൊന്നും കണക്കൊന്നുമില്ല. എത്രയും നിസ്കരിക്കുക. 8 നിസ്കരിക്കുക, 2 നിസ്കരിക്കുക, 4 നിസ്കരിക്കുക, അങ്ങനൊക്കെ നിസ്കരിക്കുക. അതിന് ജമാഅത്ത് സുന്നത്തിട്ടല്ലതാനും, റമദാനായാലും അല്ലാത്ത കാലത്തായാലും. ഇപ്പം ഇവിടെ വളരെ ആവേശത്തോടു കൂടി പല ആളുകളും അതിൽ പങ്കെടുക്കും. എന്നാലോ ആ ഖിയാമുൽ ലൈൽ പങ്കെടുത്ത് സുബഹിക്ക് ജമാഅത്തിനും കൂടി പങ്കെടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? ഫർദ് നിസ്കാരമാണ് സുബഹി, ചിലപ്പോൾ അത് ഖളാക്കും കൂടി ചെയ്യും, അല്ലെങ്കിൽ ജമാഅത്തിന് പങ്കെടുക്കൂല. ഈ ഖിയാമുൽ ലൈലും പോയിട്ട് അവിടെ കിടന്നാണ്ട് ഉറങ്ങും, അത്താഴം കഴിച്ചുകൊണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ചുറ്റുപാട് നമ്മളിലുണ്ട്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഖിയാമുൽ ലൈലിനോട് എതിരുള്ള ആളൊന്നുമില്ല. ഖിയാമുൽ ലൈൽ നിസ്കരിച്ചോളും, കുഴപ്പമൊന്നുമില്ല. ഖിയാമുൽ ലൈൽ പള്ളിയിലുണ്ടെങ്കിൽ കൂടുന്നീനോ, അതിനും നമ്മളെതിരല്ല. പക്ഷെ ഉറങ്ങിയിട്ടാണോ? ഉറങ്ങിയിട്ടല്ല. 12 മണിക്കൊന്നും ഇവിടെ ഇപ്പോൾ ആരും ഉറങ്ങലില്ല. 12 മണിക്കൊക്കെയാണ് മിക്കവാറും പള്ളികളിൽ ആ നിസ്കാരം ആരംഭിക്കുക. അപ്പോൾ അവിടെ അതിന് മുമ്പായിട്ട് ആരും ഉറങ്ങുന്നില്ല. പിന്നെ ഉറങ്ങിയാതെ പിന്നെ എന്ത് തഹജ്ജുദാ? അപ്പം അതിനെന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഖിയാമുൽ ലൈൽ ആരെങ്കിലും പങ്കെടുക്കുന്നവരുണ്ടോ, പള്ളികളിൽ നിസ്കരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. എന്താണ്? ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വിത്തർ നിയ്യത്ത് വെക്കുക. വിത്തറിനെ കരുതുക ആദ്യം മുതൽ അവസാനം വരെ. കാരണം വിത്തറിൽ നിന്ന് ഏറ്റവും അധികരിച്ചത്
11 റക്അത്താണ്. വിത്തറിൽ നിന്ന് ഏറ്റവും അധികരിച്ചത് 11 റക്അത്താണ്. അപ്പം ഏറ്റവും അധികരിച്ച വിത്തറാണ് നമ്മൾ നിസ്കരിക്കുന്നത്. ഓരോ 2 റക്അത്തിനും നിസ്കരിച്ച് സലാം കിട്ടുമല്ലോ, ആ സമയത്തൊക്കെ വിത്തറിൽ നിന്നും 2 റക്അത്ത് എന്ന് നിയ്യത്ത് ചെയ്ത് അങ്ങനെ നിസ്കരിക്കാം. എന്നാൽ ജമാഅത്തിൻ്റെ കൂലിയും കിട്ടും. ജമാഅത്തിൻ്റെ കൂലിയും കിട്ടി, വിത്തർ ഫുള്ളായിട്ട് നിസ്കരിച്ച കൂലിയും കിട്ടി, എല്ലാം റെഡിയാണ്. ഇമാം എന്താ കരുതുന്നത് കരുതിക്കോട്ടെ, അത് നമ്മൾ നോക്കണ്ട. ഇമാം താജുദാണോ ഖിയാമുൽ ലൈലാണോ എന്താ കരുതുന്നത്, അത് അവനും പഠിച്ചവനും കൂടെ ആയിക്കോളും. നമ്മൾ അവൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഈ കാര്യം ശ്രദ്ധിക്കുക. വിത്തർ എന്ത് ചെയ്യുക, എല്ലാം ഫുള്ളായിട്ട് വിത്തർ എന്ന് നിയ്യത്ത് ചെയ്ത് ഇമാമോട് കൂടി തുടർന്ന് നിസ്കരിക്കുക. അപ്പം വിത്തറിൽ ജമാഅത്ത് സുന്നത്താണല്ലോ റമദാൻ മാസത്തിൽ. അപ്പോൾ പിന്നെ അതിനും പ്രശ്നമില്ല, ജമാഅത്തിൻ്റെ കൂലിയും കിട്ടും, വിത്തർ ഫുള്ളായിട്ട് നിസ്കരിച്ച കൂലിയും കിട്ടും. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അതിന് പിന്നെ സാധ്യമല്ലാത്ത ആളുകൾ, അതിനൊന്നും പങ്കെടുക്കാത്ത ആളുകളാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ഒറ്റക്ക് എഴുന്നേറ്റ് നമ്മൾ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് എന്ത് ചെയ്യുക, അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുക. നമ്മൾ എവിടെയുള്ളത്, റൂമിലാണോ പെരയിലാണോ എവിടെയുള്ളത്, പള്ളിയിലാണോ, എവിടെയായാലും വേണ്ടില്ല. അത്താഴം കഴിഞ്ഞതിന് ശേഷം, അതിൻ്റെ മുമ്പോ അത്താഴത്തിന് എഴുന്നേറ്റതിന് ശേഷം 2 റക്അത്ത് തഹജ്ജുദ്, 2 റക്അത്ത് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതാണ്, അതെങ്കിലും നമ്മൾ നിസ്കരിച്ചിട്ട് റബ്ബിൻ്റെ മുമ്പിൽ ദുആ ചെയ്യുക. ചെറിയൊരു ദുആ, റബ്ബേ എൻ്റെ പാവങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാ. കാരണം മുത്തഖീങ്ങളുടെ സിഫത്തായിട്ട് അല്ലാഹു തആല പറഞ്ഞത് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, പാതിരാ സമയത്ത് അവർ പൊറുക്കലിനെ തേടുന്നവരാണ് സ്വർഗാവകാശികൾ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ പാതിരാ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലി റബ്ബിനോട് പാപമോചനം തേടി അങ്ങനെ 2 റക്അത്ത് തഹജ്ജുദ് നമ്മൾ നിസ്കരിക്കുക. ഏറ്റവും ചുരുങ്ങിയ 4 6 എങ്ങനെ അതിൻ്റെ സൗകര്യം പോലൊക്കെ ചെയ്യാം. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത്. ആ തഹജ്ജുദ് നമ്മൾ ഇതിന് മുമ്പ് നിസ്കരിച്ചിട്ടില്ലെങ്കിലും, മുമ്പ് നിസ്കരിക്കുന്നവരല്ലെങ്കിലും ഈ ഒടുവിലെ 10 അത് നമ്മൾ തീർച്ചയായും നിർബന്ധമായും ചെയ്തിരിക്കണം എന്നാണ് എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, ഇഅ്തികാഫ്. നമ്മൾ പലരും പള്ളിയിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. പള്ളിയിൽ ജമാഅത്തായിട്ട് പങ്കെടുക്കുന്നവരാണല്ലോ അധികം ആളുകളും ആണുങ്ങൾ. അവരെന്ത് ചെയ്യുക, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഅ്തികാഫിന് വളരെ പുണ്യമുള്ള സമയമാണ് ഒടുവിലെ 10. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒടുവിലെ 10 കടന്നാൽ പിന്നെ പള്ളിയിലെ ഇഅ്തികാഫാണ്. എങ്ങനെ ഇഅ്തികാഫ്? ഫുള്ളായിട്ട് ദായിമായ ഇഅ്തികാഫ്, പെരുന്നാളാവുന്നത് വരെ അവിടെ ഇഅ്തികാഫ് തന്നെ. പള്ളിയിൽ നിന്ന് പുറത്തു പോകില്ല. മലമൂത്ര വിസർജനത്തിനല്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത സ്ഥിരമായുള്ള ഇഅ്തികാഫ്, അതിപ്പോൾ നമ്മളെ കൊണ്ട് ചിലപ്പം സാധ്യമായി എന്ന് വരില്ല. അപ്പോൾ നമ്മൾക്ക് എന്താ വേണ്ടത്, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്, പള്ളിയിൽ എപ്പോഴാണോ നമ്മൾ കയറുന്നത് ആ സമയത്തൊരു നിയ്യത്ത് വെക്കുക. പള്ളിയിൽ കടന്ന ഉടനെ നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. നമ്മൾ ഏത് പള്ളിയിലായാലും മതി, നമ്മളെ സറാബിയിലോ ഏത് നമ്മളെ അടുത്തുള്ള പള്ളിയിലോ ജുമാഅത്ത് പള്ളിയിലോ എവിടെ നമ്മൾ കയറുകയാണെങ്കിലും പള്ളിയാണോ ആ പള്ളിയിലേക്ക് കയറിയാൽ അവിടെ ഒരു നിയ്യത്തങ്ങ് വെച്ചിടുക. ഇത്രയേ അതിന് മുടക്കുള്ളൂ, വേറെ ഒരധ്വാനമില്ല. ഒരു നിയ്യത്ത് വേണം, നിയ്യത്ത് ഖൽബിൽ വേണം. നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, ഇഅ്തികാഫിനെ ഈ പള്ളിയിൽ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കുക അള്ളാഹ്ക്ക് വേണ്ടി. എന്നാൽ നമ്മളവിടെ നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, അവിടെ എഴുന്നേറ്റ് പോരുന്നു, അതുവരെയുള്ള എത്ര സമയമാണ് നമ്മൾ പള്ളിയിൽ ചെലവഴിക്കുന്നത്, ആ ചെലവഴിക്കുന്ന സമയത്തെല്ലാം ഇഅ്തികാഫിൻ്റെ പോലും കൂടി നമുക്ക് രേഖപ്പെടുത്തപ്പെടും. ഒരു നിയ്യത്തിൻ്റെ ആവശ്യമുള്ളൂ, അത് ശ്രദ്ധിച്ചാൽ മതി. പള്ളിയിലേക്ക് കടക്കുന്ന സമയത്ത് പിന്നെ രണ്ടാമത് വരുന്ന ആ സമയത്ത് അപ്പോൾ നിയ്യത്ത് വെക്കുക. അങ്ങനെ പിന്നെ മുറിഞ്ഞ ഇഅ്തികാഫ് എപ്പോഴും ഇല്ല, കണ്ടിന്യൂ ആയിട്ടില്ല, സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഇഅ്തികാഫ് എന്നുള്ള നിലക്കുള്ള ഒരു ചെറിയ തോതിലുള്ള ഇഅ്തികാഫാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. എന്നാലും ആ ഇഅ്തികാഫിൻ്റെ കൂലി നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമുക്കൊരുപാട് ചുറ്റുപാടുകളും ജോലികളും തിരക്കുകളും ഉള്ളത് കൊണ്ട് തന്നെ സ്ഥിരമായ ഇഅ്തികാഫ്
അതേതായാലും നമുക്ക് നടക്കൂല. അപ്പം പിന്നെ പള്ളിയിൽ കടക്കുന്ന സമയത്ത് ജമാഅത്തിനും മറ്റൊക്കെ പങ്കെടുക്കണം. പിന്നെ സമയത്ത് ആ പള്ളിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന് നെയ്യത്ത് വെക്കുക. അപ്പോഴേക്ക് പിന്നെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് ഇഅ്തികാഫിൻ്റെ കൂലി, അത്രയും സമയം ഇഅ്തികാഫിരുന്ന കൂലി നമുക്ക് രേഖപ്പെടുത്തപ്പെടും. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. പരിശുദ്ധ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതുവരെ പാരായണം ചെയ്തതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തുക. ഇങ്ങനെ വളരെ വിലപ്പെട്ട മണിക്കൂറുകളാണ് ഇനി നമ്മളെ മുമ്പിലുള്ളത് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തി ഇന്നത്തെ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒടുവിലെ പത്തിൽ ഒരുപാട് ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്റിൻ്റെ എല്ലാ മഹത്വവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ അമലുകളും നീ കബൂലാക്കണേ അള്ളാഹ്. നിസ്കാരം, നോമ്പ്, ഖുർആനോത്ത്, ഇങ്ങനെ പല അമലുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് റബ്ബേ. അതെല്ലാം അതിൻ്റെ ന്യൂനതകളെല്ലാം നീ പരിഹരിച്ച് റബ്ബേ നീ പരിപൂർണമായി സ്വീകരിക്കണേ അള്ളാഹ്. റഹ്മാനായ റബ്ബേ, നിനക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ വിധത്തിൽ ഞങ്ങളെ നോമ്പും മറ്റൊന്നും നീ ആക്കല്ല അള്ളാഹ്. നിനക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പരാജയപ്പെട്ടു പോലെ ആരാണ് ഞങ്ങൾക്ക് വേറെ കൂലി തരാനുള്ളത്? നീയല്ലാതെ റബ്ബേ. അതുകൊണ്ട് നീ കബൂലാക്കണേ അള്ളാഹ്, നീ സ്വീകരിക്കണേ അള്ളാഹ്. പരിശുദ്ധ ഖുർആനും നോമ്പും ഖിയാമത്തിനാൾ ശഫാഅത്തിന് വരുമെന്ന് എൻ്റെ ഹബീബ് പഠിപ്പിച്ചതാണ് റബ്ബേ. ആ നിലക്കുള്ള നോമ്പും ഖുർആനോത്തൊക്കെ ഞങ്ങൾ ഇതാക്കണേ അള്ളാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തോടെ ദീർഘായുസ്സലിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അള്ളാഹ്. റഹ്മാനായ അവർക്കും ഞങ്ങൾക്കും മരണം ഹൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അള്ളാഹ്. റഹ്മാന റബ്ബെ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്. നീ സുഖപ്പെടുത്തണേ അള്ളാഹ്, നീ സുഖപ്പെടുത്തണേ അള്ളാഹ്. നീയാണ് ഷാഫി അള്ളാഹ്, നീ സുഖപ്പെടുത്തണേ അള്ളാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും കാത്തുരക്ഷിക്കണേ അള്ളാഹ്. റഹ്മാനായ റബ്ബെ, ഒരുപാട് ആളുകൾ പല വിഷമത്തിലും അകപ്പെട്ടിട്ടുണ്ട് റബ്ബെ. സലാമത്ത് നൽകണേ അള്ളാഹ്, സലാമത്ത് നൽകണേ അള്ളാഹ്. റബ്ബെ, ഗൾഫ് രാജ്യങ്ങളിലുള്ള റബ്ബെ യുദ്ധഭീഷണി നീ ഉയർത്തിക്കളയണേ അള്ളാഹ്, സമാധാനം പുനഃസ്ഥാപിക്കണേ അള്ളാഹ്. റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അള്ളാഹ്. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അള്ളാഹ്, മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അള്ളാഹ്. അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അള്ളാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.